ഈ ഷെഫും കുറെ കാലമായിട്ട് എക്സ്പെരിമെന്റുകൾ ചെയ്ത് അയാളുടെ റെസ്റ്റോറന്റിന് വേണ്ടി ഒരു പുതിയ ഡിഷ് അവസാനം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഹെഡ് ഷെഫിനെ വിളിച്ച് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്താണ് അഭിപ്രായം എന്ന് പറയാൻ പറഞ്ഞു. അയാൾ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഇത് ഫുള്ള് വെജിറ്റബിൾസ് മാത്രമാണല്ലോ, ഇതിൽ ഫ്ലേവേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചു. എന്നാൽ 6 മാസങ്ങളോളം കഷ്ടപ്പെട്ട് ഡിഷ് ഉണ്ടാക്കി കൊണ്ടുവന്നാൽ കുറ്റം പറയുന്നത് കേട്ടതും ദേഷ്യം വന്ന് അവിടെയുള്ള ബാക്കിയുള്ളവരോട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. എല്ലാവരും അത് കഴിച്ചതിനും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് വിചാരിച്ച് ഹെഡ് ഷെഫ് വീണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആദ്യത്തെ പോലെ തന്നെയാണ് തോന്നിയത്. അത് കേട്ട ഡിഷ് ഉണ്ടാക്കിയ ഷെഫിന് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് ഹെഡ് ഷെഫിനോട് കുടിക്കാൻ പറഞ്ഞു. അയാൾ അത് കുടിക്കാൻ തുടങ്ങിയതും മുഖത്തൊരു റിയാക്ഷൻ കാണാതായതും ആ ഷെഫ് തന്നെ ആ ഗ്ലാസ് അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. കാരണം അയാൾ ആ ഗ്ലാസിനകത്ത് കുറെ ഉപ്പ് കലക്കി കൊടുത്തിരുന്നു. അതൊരുത്തന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തതും ഓഫ് കോഴ്സ് അത് ഫുള്ള് തുപ്പിക്കളഞ്ഞിരുന്നു. ഇവന്റെ ഡിഷിനല്ല, തനിക്കാണ് എന്തോ പ്രശ്നമുള്ളതെന്ന് മനസ്സിലാവുന്നത്. ആശുപത്രിയിൽ പോയി ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് അയാളുടെ ടേസ്റ്റ് അറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരുന്നു. അവിടെ നിന്നിറങ്ങി കൺഫേം ആക്കാൻ വേണ്ടി ഒരു തെരുവിലുണ്ടായിരുന്ന കടയിലേക്ക് കയറി റൊട്ടി വാങ്ങിയിട്ട് അതിലേക്ക് കുറെ ചില്ലി സോസ് ഒഴിക്കാൻ തുടങ്ങി. കടക്കാരനും അത് തിന്നാൽ എരിഞ്ഞു ചാവും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കഴിച്ചിട്ട് അയാൾക്ക് ഒരു എരിവും തോന്നുന്നില്ല. ആക്ച്വലി ഇയാളും ചെറുപ്പം മുതലേ കുക്കിങ്ങിനോട് ഇഷ്ടം തോന്നി അങ്ങനെ തന്നെ ജീവിച്ച് പല കോമ്പറ്റീഷനിലും പങ്കെടുത്ത് അറിയപ്പെടുന്ന ഒരു കുക്കായി മാറിയിരുന്നു. ജീവിതം തന്നെ അതിനായിട്ടായിരുന്നു മാറ്റി വെച്ചിരുന്നത്. ഇപ്പൊ മെയിൻ ആയിട്ട് വേണ്ട ടേസ്റ്റിംഗ് സെൻസ് അവനെ വിട്ട് പോയി എന്ന് അറിഞ്ഞതും ഭയങ്കര സങ്കടമായി.